നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവർക്കും നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ടൊന്ന് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് ഇൻട്രൊഡക്ഷൻ സെക്ഷനിലേക്ക് പോകാം. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതേപോലെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട്, പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട്. ഇതൊക്കെ മൊത്തത്തിലൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്കൊരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ചാർട്ട് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എവിടെ കയറണം, എവിടെ ഇറങ്ങണം, എവിടെ കൺസോൾട്ടേഷൻ വരും, ലോങ് ഡ്രൈവ് ആണോ, സഡൻ ഫാൾ ആണോ, കുറച്ച് ദിവസം ഓവർനൈറ്റൊക്കെ ഹോൾഡ് ചെയ്യണമെന്നൊക്കെ നമുക്ക് ഈ ഒരു ചാർട്ടിൽ അറിയാൻ പറ്റും. അത് നിഫ്റ്റിയിൽ മാത്രമല്ല, F&O സെഗ്മെൻറ്റ്, ഫോറക്സ്, ക്രിപ്റ്റോ, കൊമോഡിറ്റി ഏതിൽ നമുക്ക് ഈ ഒരു ചാർട്ട് വളരെ നിഷ്പ്രയാസം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പറയാനുള്ളത്, ഞാൻ ഒരു ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത്. പിന്നെ രണ്ടാമത് നിഫ്റ്റിയുടെ ലൈവ് സെക്ഷൻ ഉണ്ട്, രാവിലെ 9:15 തൊട്ട് 11 മണി വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയും. അപ്പോൾ ആ ലൈവ് സെക്ഷനിലേക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നേരിട്ട് വിളിക്കാം. ഒരിക്കലും കോളോ ടിപ്പോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരു എന്താ പറയേണ്ട, ഒരു വ്യൂ അനലൈസാണ് ഞാനവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ ലൈവ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ശൈലി എന്താണെന്ന്. അതിനുശേഷം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ലൈവിൽ വരാൻ താല്പര്യമില്ലാത്തവർക്ക് ആവറേജിങ് സിസ്റ്റം ഒരു ഹെവി റിസ്ക്കിയാണ്. മിനിമം ഒരു 10 ലോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. 10 ലോട്ടിന് മേലോട്ട് വേണം. അപ്പോൾ ആവറേജ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ വ്യൂസ് പോസ്റ്റ് ചെയ്യുന്നൊരു ഗ്രൂപ്പുണ്ട്. അതായത് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ആവറേജിങ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വ്യൂ ഓരോ സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് മനസ്സിലാക്കി നിങ്ങൾക്ക് എൻട്രി എക്സിറ്റ് ചെയ്യാം, ആവറേജ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഇത്. അതിപ്പോൾ പുതിയ ഗ്രൂപ്പാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് 1-ാം തീയതി തൊട്ട്, സെപ്റ്റംബർ 1-ാം തീയതി തൊട്ട് അതിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്, ലൈവും ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവിലേക്ക് വരാനുള്ളവർക്ക് ലൈവിലേക്കും വരാം. ലൈവിലേക്ക് വരാത്ത ദിവസം നിങ്ങൾക്ക് ആവറേജിങ് ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ആവറേജിങ്ങും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പാണ്. രണ്ടും ഒരു ഗ്രൂപ്പിൽ തന്നെ ആയിരിക്കാനാണ് ചാൻസ്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാവുന്നതാണ്. അപ്പോൾ എനിവേ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് നേരെ ലൈവിലേക്ക് പോകാം. ഓക്കെ, സമയം 9:07 ആയിട്ടുണ്ട്. മാർക്കറ്റ് 97 പോയിൻ്റ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി 284 പോയിൻ്റ്. അപ്പോൾ അതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഡെയിലി ക്യാൻഡിലിൽ ഓൾമോസ്റ്റ് അപ്പർ ലെവലിലേക്കാണ്, ഹൈവേയിലേക്കാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മാർക്കറ്റ് കണ്ടിന്യൂഷനായിട്ട് അപ്സൈഡിലേക്ക് പോകുന്നത്. നമ്മൾ ഒരാഴ്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു ക്രോസ് ഓവർ ആവാതെ ഒരു കാരണവശാലും മാർക്കറ്റ് ഡൗണിലേക്ക്, ചെറിയ ചെറിയ റെഡൊക്കെ വരും, അത് സ്വാഭാവികം. പക്ഷേ ഹയർ ടൈം ഫ്രെയിം എപ്പോഴും ഹയറിലേക്കായിരിക്കും. അപ്പോൾ ഈ ആഴ്ചത്തെ അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ നേരെ ഈ ആഴ്ചത്തെ ക്യാൻഡിൽ മുകളിലും അടുത്ത ആഴ്ചത്തെ ക്യാൻഡിൽ ഫുള്ള് റെഡും ആണെങ്കിൽ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് ഫോളോ ചെയ്യും. ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ ഒരു ക്രോസ് ഓവർ ചെയ്യുന്നു, അതായത് 1, 2, 3, 4, 5 ഒരു 3 മാസമായി മാർക്കറ്റ് ഓൾറെഡി ഹയർ ലെവലിൽ നിൽക്കുന്നു. അപ്പോൾ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അപ്പോൾ വീക്കിലി എടുക്കുന്ന അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ പരിപാടി തീർന്നു. ഇനി ഇത് ഗ്രീനിലേക്ക് കയറി കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗണിലേക്ക് ആണ് മാർക്കറ്റ് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഒരു റേഞ്ച് കീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഓൾറെഡി നിൽക്കുന്നത്. 100 പോയിൻ്റാണ് മാർക്കറ്റിൽ ഇന്ന് അപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ എത്രയാണ്? 25,249. 25,249 എന്ന് പറയുമ്പോൾ 25,248 ഈ ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് വരാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അത് മൈൻഡിൽ വെച്ചാൽ മതി. ഒരു പരിധി മുകളിൽ കൺസോൾട്ടേഷൻ ചെയ്ത് നിന്നാൽ ഇന്നത്തെ മാർക്കറ്റ് 25,300-നും 25,198, 25,200
ഈ 100 പോയിന്റിൻ്റെ ഇടയിലായിരിക്കും. ഇപ്പോൾ ഓപ്പൺ ചെയ്തേക്കുന്ന ഒരു 50 250-ലാണ്. മുകളിലോട്ട് പോയ 50 പോയിന്റ്, താഴത്തോട്ട് വന്ന 50 പോയിന്റ്. ഈ ലെവലിലെ മാർക്കറ്റ് ഇന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. അതുകൊണ്ട് വലിയ മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ എനിവേ സിയിൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള സ്ട്രൈക്ക് സിയിൽ സെലക്ട് ചെയ്യാനുള്ള സ്ട്രൈക്ക് 25 200 25 122. അപ്പോൾ 114 25 250 25 300-ൻ്റെ സ്ട്രൈക്ക് സിയിൽ തൽക്കാലം നോക്കി വെക്കാം. പിന്നെ ആ സമയത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാം. പിയിലാണെങ്കിൽ 25 400 നോക്കാം. ബാക്കി ഓൺ ആയതിനു ശേഷം സിയില് 25 300-ഉം പിയില് 25 400-ഉം. അപ്പോൾ മാർക്കറ്റ് ഫ്യൂച്ചറിൽ നമ്മൾ എത്താനായിട്ടുള്ള സ്ഥലങ്ങൾ ഇന്നലെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 25 346. അതിൽ എവിടെയാണ് പോയി മുട്ടണമെന്നുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഇനി 4 മിനിറ്റ് ഉണ്ട്. RSI സ്റ്റിൽ 15 മിനിറ്റ്സിൽ ഡൗൺ സൈഡിലാണ് നിൽക്കുന്നത്. 30 മിനിറ്റിൽ അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മുകളിലോട്ട് പോകാനുള്ള റീസൺ കാണണം. കാരണം ഇവിടെ ഒരു സ്പേസ് ഇന്നലെ എന്തായാലും വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇന്നലെ അത്ര ഇത്തിരി വയ്യായിരുന്നു. കാരണം വൈകുന്നേരം വരെ ചാർട്ട് നോക്കിയിരുന്നിരുന്ന് ആകെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഇന്നലെ. 3 വീഡിയോ ആണ് ലൈവ് ചെയ്തിട്ടേക്കണം. അതുകൊണ്ട് ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ 25 346-ആണ് നിലവിൽ ഒരു അപ്പർ സൈഡിലേക്കുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് അവിടെ നിന്നും മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 25 400 മാക്സിമം റെസിസ്റ്റൻ്റ് ഏരിയ ആയിട്ട് നിൽക്കുന്നത്. ഇതൊന്നും അല്ലാട്ടോ, ഇവിടെ വലിയ ഏരിയസൊക്കെ കിടപ്പുണ്ട്. 25,000 25 500-ഒക്കെ ഓൾറെഡി ഫാൻസി നമ്പറായിട്ട് കിടപ്പുണ്ട്. വളരെ മേജറായിട്ടുള്ള ഒരു ലെവല്. പിന്നെ കറങ്ങി തിരിഞ്ഞ് മാർക്കറ്റ് വരാനുള്ള ഏരിയ 25,000 കറങ്ങി തിരിഞ്ഞ് വരണം മാർക്കറ്റ് അടുത്ത മാസം. ഈ മാസമല്ല, മാസം ഇപ്പോൾ കഴിഞ്ഞല്ലോ, അടുത്ത മാസത്തേക്ക്. അപ്പം മാക്സിമം പോകാനുള്ള റെസിസ്റ്റൻ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ 25,500-ആണ് മാക്സിമം മാർക്കറ്റ് പോകാനുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു ഏരിയ. നമ്മളത് നോക്കണ്ട, നമ്മൾ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ പോകുന്നു. എന്നാലും ഈ പറഞ്ഞ പോലെ ഓപ്പൺ ഇൻട്രസ്റ്റും അതൊക്കെ നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. 1 മണിക്കൂറിൽ എന്താണ് അവസ്ഥ? ഒരു മണിക്കൂറിലും RSI താഴത്തോട്ടാണ് നിൽക്കുന്നത്. പിന്നെ 2 മണിക്കൂറിൽ താഴത്തുനിന്ന് ഒരു മടക്ക് വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ കൺസോൾട്ടേഷനാണ് ഇന്ന് മെജോറിറ്റി ചാൻസും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. 9:13 2 മിനിറ്റ് കൂടെ ഉള്ളൂ. മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ. 2 മിനിറ്റിൽ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് 245-ലാണ്. അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാലും മാർക്കറ്റ് വന്നിട്ട് റിവേഴ്സ് വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ഇത് തന്നെയായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അതായത് 239-ആണ് പി താഴത്തോട്ട് പോയാൽ തിരിച്ചു വന്ന് ഹിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ, അതായത് പിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ഏകദേശം 329-ആണ്. അത് ചിലപ്പോൾ ഇന്നാവണമെന്നില്ല, തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയിട്ട് നമ്മുടെ മനസ്സിലൊന്ന് വെച്ചേക്കുക. ഇപ്പം ഞാൻ മറന്നുപോയാലും ലൈനിലുള്ളവരൊന്ന് ഓർത്തേക്കുക. അതായത് 25 400 പിയിൽ 329 എത്താനായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. സിയുടെ സ്ട്രൈക്ക് 25 300.
സിയിലെ സ്ട്രൈക്ക് നിലവിലുള്ള ഈ സ്ട്രൈക്കാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 115ലേക്ക് പോകും. എന്തായാലും പിയിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരാനുണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും. അപ്പോൾ നമ്മൾ വരച്ചൊരു ബ്ലൂ ലൈൻ ഉണ്ട്. ആ ബ്ലൂ ലൈനിലാണ് കറക്റ്റായിട്ട് മാർക്കറ്റ് പോയി ഹിറ്റ് ചെയ്തിട്ട് വിത്ത് ഗ്യാപ്പും ഫില്ല് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു റെഡ് ലൈൻ, അതായത് 25,275 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ 25,212 ഇട്ടും നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 25,400ലേക്കും ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. അതായത് 100 പോയിൻറ്റിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സിയിൽ നിൽക്കുന്ന ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ സ്ട്രൈക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിരുന്നു. എന്നിരുന്നാലും ഞാനിപ്പോൾ ഈ ഒരു 2 മിനിറ്റിൻ്റെ കഴിഞ്ഞിട്ടൊന്ന് ചേഞ്ച് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ശരിക്കും ഇതല്ല നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യേണ്ടിയിരുന്നത്. നമ്മൾ സ്ട്രൈക്ക് സെലക്ട് ചെയ്യേണ്ട 25,200 ഞാൻ അതൊന്ന് ഷിഫ്റ്റ് ചെയ്യാണ് പെട്ടെന്ന്. 25,200ലേക്ക് 2 മിനിറ്റിൻ്റെ RSI ഒരു ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഒരു 172 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ 185 വരെ, 85 ബ്രേക്ക് ചെയ്താൽ 188 വരെ മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. താൽക്കാലിക മൂവ്മെൻറ്റ് മാത്രമാണ്. കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ. ചെറിയ പോയിൻ്റൊക്കെ തൽക്കാലം സ്കാൽപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കാം. സിയിലേക്ക് മാർക്കറ്റ് ഒന്ന് ഡൈവർജൻസ് ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ എൻട്രി പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ കൺസോൾട്ടേഷൻ സോണാണ്. ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇടാൻ പറ്റില്ല. പിന്നെ റിസ്ക് എടുത്താൽ ഒരു 180 വരെയൊക്കെ കിട്ടും. 70 തൊട്ട് 180 വരെ കിട്ടും. നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് വന്നാൽ ഒരൊറ്റടിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ 155 ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ വരുന്നത്. ഇവിടെ നിന്ന് ഒരൊറ്റടിക്ക് താഴത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്യണത് 138ലേക്കായിരിക്കും. അതുകൊണ്ട് അത്ര ഒരു സുഖമായിട്ടുള്ളൊരു എൻട്രി ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം രണ്ടാമത്തെ കേസ് പിയിൽ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരാനുണ്ട്. കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും മാർക്കറ്റ് പിയിലേക്ക് കുറച്ച് വരാനായിട്ട് മിച്ചം നിൽപ്പുണ്ട്. അപ്പോൾ ഈ 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ചീറ്റ് ചെയ്യും. ചീറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവത്തുള്ളൂ. അത് പി സൈഡ് സ്ട്രൈക്ക് നമുക്ക് മാറ്റേണ്ട കാര്യമില്ല. ഒരു 230 ബ്രേക്ക് ചെയ്താൽ 240ലേക്ക് 240 ബ്രേക്ക് ചെയ്താൽ 251 ഭാഗത്തേക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ആ ബ്ലൂ ലൈൻ വരച്ച് വെച്ചത് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് നിൽപ്പുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊരു ഡോജി ക്യാൻഡിലാണ്. 210 എന്നുള്ളത് ഒരു സപ്പോർട്ട് സോണിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം അതിനിടയ്ക്കൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരികയാണെങ്കിൽ മാത്രമാണ് പിയിൽ 197ലേക്ക് മാർക്കറ്റ് ഒന്ന് ഡൗൺ കാണിക്കട്ടുള്ളൂ. നെക്സ്റ്റ് ക്യാൻഡിലിൽ ഒരു മൂവ്മെൻറ്റ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതായത് അടുത്ത 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഈ ക്യാൻഡലിൻ്റെ ഹൈ, അതായത് 217 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 223ലേക്ക് മൂവ് ചെയ്താൽ 217 കോസ്റ്റ് ടു കോസ്റ്റ് തന്നെ ഇട്ട് വെക്കാം. അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയണത് ഏകദേശം 240, 250 വരെയൊക്കെ 52 വരെയൊക്കെ സ്ട്രഗിൾ ചെയ്ത് വരും. എന്നുവെച്ച് സി ഈ ഒരു പോക്ക് ഇപ്പോൾ അനുകൂലം സിക്കാണ് RSI അനുകൂലമായിട്ട് നിൽക്കുന്നത്. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 175 ബ്രേക്ക് ചെയ്താൽ 180, 80 ബ്രേക്ക് ചെയ്താൽ 187ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. പക്ക കൺസോൾട്ടേഷനാണ്. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാതെ ശരിക്കും നമുക്കൊരു എൻട്രി ഇല്ല. പിന്നെ സ്കാൽപ്പിങ് ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവരും സിയിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എഗെയിൻസ്റ്റ് പിയിലേക്ക് ഒരു കൈ വെച്ചാൽ വലിയ വിഷയമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. 210 25,400. ഈ ക്യാൻഡിലോ അടുത്ത ക്യാൻഡിലോ എന്തായാലും മാർക്കറ്റിലൊരു ഡയറക്ഷൻ വരും. ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കും. 210 പിയുടെ സ്റ്റോപ്പ് ലോസ്. ഇപ്പം ഇൻ കേസ് ആ ഒരു 210 ഇപ്പോൾ ഒരു 3 പോയിൻ്റ് ഉണ്ട്. ആ 210 താഴത്തേക്ക് ഫാൾ ആവുകയാണെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ്
സിയിൽ നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 175 കിട്ടും. $220 ആ ഒരു വൈറ്റ് ഡോട്ടും കൂടെ ബ്രേക്ക് ചെയ്താൽ 235 പി ഇ മൂവ് ചെയ്യണത്. അത് മാർക്കറ്റിന് എഗെയിൻസ്റ്റ് ആണ് നമ്മൾ ചെയ്തത്. ഒരു 220 കൂടെ ബ്രേക്ക് ചെയ്താൽ നമുക്കിപ്പോൾ 210 എവിടെയെങ്കിലും ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു പോയിന്റ് കയറ്റി വെച്ചിട്ട് അതങ്ങ് ലോക്ക് ചെയ്യുക. കാരണം പോയാൽ നമുക്കൊന്നും പോകരുത്. മൂന്ന് പോയിന്റ് അതിൽ കിട്ടിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോസ്റ്റ് ടു കോസ്റ്റോ ഒരു പോയിന്റോ സ്റ്റോപ്പ് ലോസ് ഇട്ടാലും വിഷയമൊന്നുമില്ല. കാരണം പക്ക കൺസോൾട്ടേഷനാണ്. നമ്മളെ ട്രാപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 210 താഴത്തോട്ട് വന്ന സഡൻ ഡമ്പാണ് പി ഇ. അത് അപ്പോൾ 170 നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സി ഇ 175 മാർക്കറ്റ് അപ്പാവും. സ്കാൽപ്പിങ് ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി. ഗ്രീൻ ക്യാൻഡിൽ വൈറ്റ് ഡോട്ടിലേക്ക് ഇടിച്ചു. വൈറ്റ് ഡോട്ടിലേക്ക് ഇടിച്ചപ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒരു പോയിന്റ് അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് കയറ്റി വെക്കുന്നത്. കാരണം അവിടെ നിന്ന് റിവേഴ്സായിട്ട് താഴത്തോട്ട് വരാനുള്ളൊരു പോസിബിലിറ്റി നമ്മൾ കണ്ടതുകൊണ്ടാണ് കോസ്റ്റ് ടു കോസ്റ്റോ അതൊക്കെ നമുക്ക് വെക്കാനായിട്ടുള്ള ഒരു പ്ലാനിങ് ചെയ്തത്. അത് മാർക്കറ്റിൻ്റെ എഗെയിൻസ്റ്റ് ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അവിടെ ഓൾറെഡി നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചാൽ പറഞ്ഞാൽ നമുക്കല്ലേ വേണ്ട, നമുക്ക് ഒരു പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചാലും നമുക്ക് അവിടെ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. കാരണം അത് നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഇപ്പോഴും. കാരണം ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുക എന്നുള്ളത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. സെക്കൻഡ് അറ്റംപ്റ്റ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇപ്പോൾ ഓൾറെഡി RSI ഡൗൺ സൈഡിലേക്ക് തന്നെ മാർക്കറ്റ് നിൽക്കുകയാണ്. ഇപ്പോൾ 175 176. അപ്പോൾ അവിടെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തു, അത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടു. ഇൻ കേസ് അത് 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് പോയാലും സിയിൽ നമുക്ക് 170 മുതൽ 175 വരെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി പിയിൽ 217 ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതില്ല. കാരണം ഇവിടെ സിയിൽ ഡോജി ക്യാൻഡിൽ കൺസോൾട്ടേഷൻ സോണിലാണ് 15 മിനിറ്റ്സിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചീറ്റിങ് വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന് നമ്മൾ പറയണേ. അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ 3 പോയിന്റോ 2 പോയിന്റോ ഒക്കെ വെച്ചിട്ട് എടുത്തിട്ട് നമുക്ക് മാറി നിൽക്കാന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 180 സി എക്സ്പാൻഷൻ ചെയ്തിട്ടുണ്ട്. മാക്സിമം നമ്മൾ എടുക്കുന്നത് ഒരു പോയിന്റ് കയറ്റി വെക്കുക. കാരണം 10 ട്രേഡ് ചെയ്താലും 10 പോയിന്റ് കിട്ടണം, ബ്രോക്കറേജ് കൊടുക്കാനുള്ള കാശ് കിട്ടണം. 180 സി എക്സ്പാൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 170 ഇപ്പോൾ എന്നെ സംബന്ധിച്ച് 170 171 ഇട്ട് വെച്ചാലും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. റൈഡ് ഒരെണ്ണം എന്തായാലും കിട്ടും, കുറച്ച് കഴിയുമ്പോൾ ഒരു 10-25 പോയിന്റ് കിട്ടും. അല്ലെങ്കിൽ 170 മുതൽ 175 വരെ. പിന്നെ നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു 178 മുതൽ 180 വരെയുള്ള 2 പോയിന്റ് മാത്രമാണ് നമുക്ക് കൺഫർമേഷനായിട്ട് മാർക്കറ്റിൽ കിട്ടത്തുള്ളൂ. കാരണം ഇതിൻ്റെ ഇടക്ക് നിൽക്കുന്നിടത്തോളം കാലം മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്താൽ നിൽക്കത്തുള്ളൂ. അതിൻ്റെ ഇടക്ക് നമുക്ക് മാക്സിമം 2 പോയിന്റ് 3 പോയിന്റ് മിനിമം 3 പോയിന്റെങ്കിലും കിട്ടണം, എന്നാലേ ബ്രോക്കറേജും കഴിഞ്ഞ് എന്തായാലും കിട്ടത്തുള്ളൂ. 3 പോയിൻ്റൊക്കെ എടുത്തിട്ട് ഒരു 10-15 പോയിന്റ് ആക്കി വെച്ചതിന് ശേഷം നല്ലൊരു എൻട്രി ഒരു 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അങ്ങ് ഹോൾഡ് ചെയ്യാം. അപ്പം മിച്ചം 10 പോയിന്റ് ഉണ്ടാവും. $219 ബ്രേക്ക് ചെയ്യാതെ നമ്മളൊരു കാരണവശാലും പിയിലേക്ക് നോക്കിയിട്ട് കാര്യമില്ല. പിയിലേക്ക് മൂവ്മെൻറ്റ് വരും, കാരണം SMA മുകളിൽ നിൽക്കുകയാണ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് എന്തായാലും മാർക്കറ്റ് വരാനായിട്ടുള്ള ചാൻസസ് ഓൾറെഡി ഉണ്ട്. 15 മിനിറ്റ്സിൻ്റെ RSI എവിടെ നിൽക്കണേ? 50ലാണ് നിൽക്കണേ. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് ഏത് സൈഡിലേക്കാണ് ഡയറക്ഷൻ പോകണതെന്ന് നമുക്ക് ഇത്തിരി
കൺഫ്യൂസ്ഡ് ആണ്. എന്ന് വെച്ചാൽ പല RSIയും പല ഡയറക്ഷൻസിൽ നിൽക്കണം. നമുക്ക് മെജോറിറ്റി ഒന്നിലും കിട്ടിയിട്ടില്ല. ഒരെണ്ണം RSI അനുകൂലമാണെങ്കിൽ ഒരെണ്ണം പ്രതികൂലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ ട്രാപ്പിലാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ആകെ ഇനിയുള്ള 2 പോയിന്റ് കിട്ടാനുള്ളത് 176, 6.5, 7 ബ്രേക്ക് ചെയ്താൽ 180ലേക്കും 180 ബ്രേക്ക് ചെയ്താൽ 187ലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആണ്. ഇതിലിപ്പോൾ 1.5 പോയിന്റ് അടുത്ത് കിട്ടി. അത് ഓൾറെഡി ബ്രോക്കറേജിന് കൊടുക്കണം. പിന്നെ ആകെ കൺഫേം ആയിട്ട് കിട്ടിയത് 170 തൊട്ട് 175 തൊട്ട് 180 വരെയാണ്. ഇനി ഒരു 176 ബ്രേക്ക് ചെയ്താൽ 180ലേക്ക് ഒരു മൂവ്മെൻറ്റ്, ഒരു 4 പോയിന്റ് കിട്ടിയാൽ ഒരു 9 പോയിന്റ് ആവും. 5, 4, 9 പോയിന്റ് ആവും. RSI സിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രം. ട്രിഗറൊക്കെ ഇട്ട് വെക്കലേ നടക്കത്തുള്ളൂ. കണ്ണടച്ച് ഓർക്കുമ്പോഴായിരിക്കും 180 അല്ലെങ്കിൽ 179.60, 179.60, 179.20 ആ ലെവലിലേക്കൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 180 ടച്ച് ചെയ്യാതെ മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ 180ലേക്ക് പിന്നീടായിരിക്കും തിരിച്ചു പോകത്തുള്ളൂ. 180, ഓക്കെ, 182ലാണ്. അപ്പോൾ മാക്സിമം ഒരു 2-3 പോയിന്റ് കയറ്റി അങ്ങ് ലോക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ബ്ലൂ ലൈൻ്റെ ടോപ്പ് എഡ്ജിലേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 5ഉം 183ലാണെങ്കിലും അതിൻ്റെ ലോവർ വിക്ക് വന്നിട്ടില്ല. അതിൻ്റെ ലോവർ വിക്കിലേക്ക് കയറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടെ സി പോകാനുണ്ട്. ഒരു വയലറ്റ് ലൈനിലേക്ക്, ആ ഒരു ടോപ്പ് എഡ്ജിലേക്ക് മാർക്കറ്റ് പോകാനുണ്ട്. 9:30 അടുത്ത ഡയറക്ഷൻ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യും. 187, 189 നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. 50 മിനിറ്റ്സിൽ 25,350 ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് ഈ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. ഇനിയൊന്ന് സെറ്റിൽ ചെയ്യാനുള്ള ടൈമാണ് ക്യാൻഡിൽസിന്. ഇനിയൊന്ന് സെറ്റിൽ ചെയ്യാനുള്ള ടൈമാണ്. മേളിലൊരു 50 മിനിറ്റ്സിലൊരു ഭാഗം ടച്ച് ചെയ്യാനായിട്ട് മിച്ചം ഓൾറെഡി കിടപ്പുണ്ട്. ഈ ഒരു 25,345 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് എക്സ്റ്റൻഷൻ ചെയ്ത് എവിടം വരെ പോവുള്ളൂ. 25,361 വരെ പോകത്തുള്ളൂ. അത് അടുത്ത ക്യാൻഡിലായിരിക്കും അടുത്തൊരു മൂവ്മെൻറ്റ് വരുന്നത്. എനിവേ ഇവിടം വരെ ആണെങ്കിലും ട്രെയിൽ ചെയ്ത് വെച്ചാലും 188ആണ്. അപ്പോൾ ആ 76ഉം 10ഉം 86, 88, 12ഉം 5ഉം 17 അങ്ങനെ വേണമെങ്കിലും കണക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ 180ലേക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം. 5 പോയിന്റ് മതി എന്നുണ്ടെങ്കിൽ 180ലേക്ക്. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു 181ലേക്ക് ട്രെയിൽ ചെയ്ത് വെക്കുക. കിട്ടിക്കഴിഞ്ഞാൽ മുകളിലോട്ട് നല്ലതുപോലെ കിട്ടണം. കാരണം അടുത്ത 50 മിനിറ്റ്സ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ആയിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 25,361 വരെ കിട്ടണം. അപ്പം അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 5-6 പോയിന്റ് നമ്മൾ സ്ട്രഗിൾ ചെയ്തേ പറ്റത്തുള്ളൂ. 185ലേക്കോ 84ലേക്കോ. കാരണം ഇപ്പം സപ്പോർട്ട് എടുക്കാനായിട്ട് 85ലേക്കൊരു ക്യാൻഡിൽ വരും റെഡിൽ. ഓക്കെ, ഒമ്പത് 29, 9:32, 33 ആകുമ്പോഴത്തേക്കും ആയിരിക്കും അടുത്തൊരു ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ആ റെഡ് ക്യാൻഡിൽ എങ്ങോട്ട് വന്നത്? 185 ഭാഗത്തേക്കാണ് സപ്പോർട്ട് എടുക്കാനായിട്ട് വന്നത്. അപ്പോൾ ഇത് ഡോജി ക്യാൻഡിലായാൽ മാത്രമാണ് അടുത്ത ക്യാൻഡിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ. 9:29ആയി. 185ലാണ് സപ്പോർട്ട് എടുക്കാൻ വന്നത്. നമ്മൾ 181 അല്ലെങ്കിൽ 82ലേക്കാണ് നമ്മൾ ട്രെയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങോട്ടൊരു കാരണവശാലും ഹിറ്റ് ചെയ്തിട്ടില്ല. പല ആളുകൾക്കും പല രീതിയിൽ ട്രെയിൽ ചെയ്ത് വെക്കാം. എല്ലാ ഓപ്ഷൻസും നമ്മൾ പറയുന്നുണ്ട്.
ഇവിടെ ഈ പറഞ്ഞ പോലെ വയലറ്റ് ലൈനിൽ ഒരു സപ്പോർട്ട് പോലെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മോർണിംഗ് സ്റ്റാർ ആയാൽ മാത്രമായിരിക്കും പിയിൽ മൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ, അല്ലാത്തടത്തോളം മൂവ്മെൻ്റ് ഉണ്ടാവില്ല. 204 മുകളിലോട്ട് പി മൂവ് ചെയ്താൽ മാത്രമായിരിക്കും പിയിലൊരു മൂവ്മെൻ്റ് ഉണ്ടാവത്തുള്ളൂ. കാരണം ഈ കൺസോളേഷൻ സോണിൽ ഇവിടെ ഇനി അപ്പോൾ അടുത്ത റെഡോ ബ്ലാക്കോ അടുത്ത 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ അറിയാൻ പറ്റുള്ളൂ. ഇത് പക്ക കൺസോളേഷനാണ്. കൺസോളേഷൻ എന്ന് പറയുമ്പോൾ ഗ്രീൻ റെഡ് അങ്ങനെയൊക്കെയാണ് മെജോറിറ്റി പോവാറ്. 181 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പി ഡൗൺ ആണ്, അല്ല സി ഡൗൺ ആണ്, പി അപ്പാണ്. ഇരുന്നൂറ്റി നിലവിലെ സാഹചര്യത്തിൽ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് പോകണം. 203 മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ പോയാൽ മാത്രമാണ് നമുക്ക് പിയിൽ എൻട്രി ഉള്ളൂ. സിയിൽ തൽക്കാലം നമുക്ക് റെസ്റ്റ് എടുക്കാം. ഇനിയിപ്പോൾ ഒരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 188 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഒരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. 82 ട്രെയിൽ ചെയ്ത് വെച്ചവരുണ്ട്, 84 ട്രെയിൽ ചെയ്ത് വെച്ചവരുണ്ടാവാം, 81 ട്രെയിൽ ചെയ്ത് വെച്ചവരുണ്ടാവാം. കാരണം ഇവിടെ SMA മുകളിൽ നിൽക്കുകയാണ് ഇവിടെ. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഒരു വലിവ് എന്തായാലും വേണം. അപ്പോൾ അടുത്ത പിയിൽ RSIയുടെ ക്രോസ് ഓവർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിയുടെ ടാർഗറ്റ് ഓൾമോസ്റ്റ് 212 കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 233 ആ പിയുടെ ഒരു ടാർഗറ്റ് പോകുന്നത്. എവിടെ കയറണം എവിടെ ഇറങ്ങണം എന്നുള്ള കാര്യത്തിൽ ഓൾറെഡി 220 നമ്മൾ 203 കഴിഞ്ഞിട്ടാണ് മാർക്കറ്റിൽ അതൊരു മോർണിംഗ് സ്റ്റാർ പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ട് എടുക്കാം. 233 വരെ ടാർഗറ്റ് ഓൾറെഡി കിടപ്പുണ്ട്. അതിൽ ആദ്യത്തെ റെസിസ്റ്റൻ്റ് ആണ് 220. അപ്പോൾ 200 നിന്ന് എടുത്താലും 220 പോയിൻറ്റ്, 203 നിന്ന് എടുത്താലും 205 നിന്ന് എടുത്താലും ഓൾറെഡി 15 പോയിൻ്റാണ് നിലവിൽ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു 220 ആദ്യത്തെ റെസ്പെക്റ്റാണ്. ആ ഒരു റെസ്പെക്റ്റ് ബ്രേക്ക് ചെയ്ത് പോയാൽ 233 മാർക്കറ്റ് മൂവ് ചെയ്യണം. അതാണ് പക്ക കൺസോൾട്ടേഷൻ. ഇവിടെ മുട്ടി വെരി നെക്സ്റ്റ് ക്യാൻഡിൽ റെഡ് ഉണ്ടായി, ഇനി അടുത്ത ക്യാൻഡിൽ ചിലപ്പോൾ ഗ്രീൻ ഉണ്ടാവാം, ഇല്ലെങ്കിൽ നേരെ താഴത്തോട്ട് വരാം. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ട്രെയിൽ ചെയ്ത് വെച്ചു. അതിനുശേഷം മാർക്കറ്റ് ഡൗൺ ആയി ഈ SMA ടച്ച് ചെയ്യാനായിട്ട് വരണം. അത് കഴിഞ്ഞിട്ടേ മാർക്കറ്റിൽ ഇനി അടുത്ത ഒരു ഡയറക്ഷൻ എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് അപ്പോൾ എത്ര പോയിൻ്റ് ആയി? ഇവിടെ ഒരു 1.5 പോയിൻ്റ്, ഇവിടെ ആദ്യത്തെ ഒരു 5 പോയിൻ്റ്, പിന്നെ 176 മുതൽ 85 വരെ ആണെങ്കിൽ 76ഉം 10ഉം 86, അങ്ങനെ കൂട്ടിയാലും മതി. 15 പോയിൻ്റ്. അതിനുശേഷം ഇവിടെ 203 നിന്നാണെങ്കിൽ 220 വരെ ആണെങ്കിൽ 17 പോയിൻ്റ്. പിന്നെ അത് രണ്ടാമത് ട്രെയിൽ ചെയ്തിട്ട് ഒരു 5-8 പോയിന്റിൽ ലോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ട് 231 അല്ലെങ്കിൽ ആ യെല്ലോ ലൈൻ താഴത്തോട്ട് വരുന്നതനുസരിച്ചിട്ട് താഴത്തോട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഫൈനൽ എക്സിറ്റ് 254 ആണ്. റെഡ് ലൈൻ താഴത്തോട്ട്, അതായത് വൈറ്റ് ലൈനും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്ന് അത് നേരെ അടുത്ത വൈറ്റ് ലൈനിലേക്കോ ഗ്യാപ്പ് ഫില്ലിങ്ങിനോ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളിയാഴ്ചത്തെ ട്രേഡ് ഓൾമോസ്റ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. $221 നിൽക്കുന്നത്. അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഡിഷ് കാണിക്കാനുള്ള ചാൻസ് ഒക്കെ പിയിലുണ്ട്. കാരണം സിയിൽ ഈ 167 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടറാണ്. അപ്പോൾ അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നമ്മളെ ചീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഹൈ വോളിയത്തിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് പി ഇ എങ്ങോട്ട് മുട്ടുള്ളൂ, 231 ഇട്ട് മുട്ടുള്ളൂ. $225, $229. റെഡൊക്കെ മാർക്കറ്റിൽ വരും. റെഡ് കണ്ടുകൊണ്ട് പേടിച്ച് ഓടാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ.
പിന്നെ ഇറങ്ങണമെന്നുള്ളവർക്കൊക്കെ ഇറങ്ങിയിട്ട് റെസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. തൃപ്തിയായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയവർക്ക് നമുക്ക് ഇറങ്ങാം. ഇപ്പം എന്നെ സംബന്ധിച്ച് 21 പോയിൻ്റാണ്. കാരണം ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഓൾറെഡി എടുക്കുന്നുണ്ട്. അത് താൽക്കാലികമായിട്ടുള്ളൊരു സപ്പോർട്ട് മാത്രമാണ്. അത് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ്. കാരണം ഇവിടെ ഗ്രീൻ ലൈനിൽ മുട്ടിയിപ്പുണ്ട്. അത് ശരിക്കും വൈറ്റ് ലൈനിൽ മുട്ടണം. അപ്പോൾ ആദ്യം ഇതൊന്ന് നമ്മളെ ട്രാപ്പിലാക്കുന്നതാണ്. അതാണ് നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒരു റെഡിഷ് ക്യാൻഡിൽ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അത് അത്ര വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. റെസ്റ്റ് ചെയ്തിട്ടൊക്കെ എടുക്കാം. ഞാനിനി എന്തായാലും സിയിലേക്ക് ഉടനെ എന്തായാലും നോക്കുന്നില്ല. കാരണം ആ യെല്ലോ ലൈൻ ടച്ച് ചെയ്യണം. പിന്നെ ഈ 180 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ സിയിലേക്കൊക്കെ എന്തായാലും നോക്കുന്നുള്ളൂ. അപ്പോൾ ആ റെഡ് ക്യാൻഡിൽ വന്നപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ റെഡ് ക്യാൻഡിലൊക്കെ വരും. നമ്മൾ അത് വെറുതെ ടെൻഷൻ അടിച്ച് അതിനകത്ത് ഇരുന്നിട്ട് കാര്യങ്ങളൊന്നുമില്ല. അതവിടെ റെസ്പെക്റ്റ് ചെയ്താണ്. ഒരു തവണ കൂടെ 212 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പി ഫാളാവത്തുള്ളൂ. 212.5 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പി ഫാളാവത്തുള്ളൂ. ഇതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് ഗ്രീനിലേക്ക് പോകും എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അത് ശരിയല്ല. മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. 231 എന്നുള്ളത് 4 പോയിന്റ് ഒന്ന് വൈഡനിങ് ചെയ്തിട്ടുണ്ട്. 227ലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. എനിക്ക് മനസ്സിലുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 254 അത് പല ടൈമിലായിട്ടാണെങ്കിലും 254ലേക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ 254ലേക്ക് എടുക്കും. 33 മിനിറ്റായി. വീഡിയോ പോസ് ചെയ്യാം. 227 മഞ്ഞ ലൈനിൽ മുട്ടുമ്പോൾ വീഡിയോ ഓൺ ചെയ്യാം. ഇവിടെ ഒരു സ്ട്രഗിൾ നടക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം. ഒരു സഡൻ പിയിൽ ഒരു സഡൻ ഫാളിനുള്ള ചാൻസസ് കാണുന്നുണ്ട് കേട്ടോ. കാരണം മുട്ടാനായിരുന്നെങ്കിൽ ഇപ്പം മുട്ടിയേനെ, 227 മുട്ടിയേനെ. അപ്പം അതുകൊണ്ട് ഒരു ഫാളെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഫാള് 205 വരെ വരും പിയിൽ. ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ എന്തോ ഒരു സംതിങ് സ്മെല്ല് ചെയ്യുന്നുണ്ട്. കാരണം ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് മാക്സിമം അടുപ്പിക്കുക, അതിനുശേഷം പോകാൻ വേണ്ടിയിട്ടാണ് ഈ വരുന്നത്. ഒരു മാർക്കറ്റ് പന്തികേടായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കണം അവിടെ സ്ട്രഗിൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ. ഇല്ലില്ല. 212 താഴെ ക്യാൻഡിൽ ക്ലോസ് ആവണം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു റീ എൻട്രി എന്ന് പറഞ്ഞൊരു ഏരിയ 200 205 മാത്രമേ ഉള്ളൂ. ഒന്നും പറയാറായിട്ടില്ല. 212 താഴെ ക്യാൻഡിൽ ക്ലോസ് ആവണം. ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമുക്കൊരു സൂചന അവിടെ കിട്ടുന്ന സമയത്തല്ലോ, അല്ലെങ്കിൽ പിന്നെ 200 220 എക്സിറ്റ് ആയതിനു ശേഷം പിന്നെ താഴത്തോട്ട് പോകാം എന്നുള്ളതാണ്. നമ്മുടെ ക്യാപിറ്റൽ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഫിറ്റ് എപ്പോഴും ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇതൊരിക്കലും ഒരു ഇതല്ല. കാരണം ഈ കൺസോൾട്ടേഷൻ നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. അപ്പം അത് ഇവിടെ ഈ 2 ക്യാൻഡിലിൽ മുട്ടാനായിരുന്നെങ്കിൽ പണ്ടേ 225 മുട്ടിയേനെ. അവിടെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പരിങ്ങി നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റണം അവിടെ എന്തോ സ്മെല്ലിങ് മിസ്റ്റേക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സഡൻ ഫാള് മാർക്കറ്റിൽ താഴത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ഫാള് എവിടം വരെ വരാം? 205 200 വരെ വന്ന് നിൽക്കാം. $205 നമ്മളിപ്പോൾ ഒരു എൻട്രി പ്ലാൻ ചെയ്താലും അത് അത്ര വലിയ സുഖമുള്ളൊരു എൻട്രി അല്ല. കാരണം ഇവിടെ ഇൻ ബിറ്റ്വീൻ സ്പേസിലാണ് സി നിൽക്കുന്നത്. ആ സി 100ലേക്ക് മുട്ടണം. അപ്പോൾ അത് തമ്മിൽ ടാലി ആയതിനു ശേഷമാണ് നമ്മളൊരു എൻട്രി കാര്യമായിട്ട് നോക്കിയിട്ട് കാര്യമുള്ളൂ. നെക്സ്റ്റ് ക്യാൻഡിലിൽ ഈ ക്യാൻഡിലിൽ 209 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് ഡൗൺ ആണ്. ഇവിടെ 180
ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് ഇതിപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു ഏരിയ ആണ്. 200 ശരിക്കും സപ്പോർട്ട് എടുക്കേണ്ട ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവിടെ ഇപ്പോൾ ഒരു എൻട്രി പ്ലാൻ ചെയ്താലും ഒരു 200 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് കൊടുത്താലും വിഷയമില്ല. ആ 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിക്കുവാണെങ്കിൽ ഈ 178 നിന്ന് 5 പോയിന്റ് തിരിച്ചു പിടിക്കണം. 180 നിന്ന് 185 വരെ തിരിച്ചു പിടിക്കണം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് 178 ആ ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണത്. ഈ ക്യാൻഡലിൻ്റെ ഹൈ എത്രയാണ്? 183. 178 180 ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് ഇപ്പുറത്തൊരു സ്റ്റോപ്പ് ലോസ് പോകുവാണെങ്കിൽ, അതായത് പിയിൽ ഒരു 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് പോയാൽ നമുക്ക് സിയിൽ 179 മുതൽ 183 വരെ ഒരു 4 പോയിന്റ് കിട്ടും. പോയാലും ഒരു പോയിന്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് പോകത്തുള്ളൂ. പിയിൽ തന്നെയാണ് നമ്മൾ മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത്. പക്ഷേ സിയിൽ നമ്മൾ താൽക്കാലികമായിട്ടുള്ള പോയിന്റുകൾ എടുക്കാൻ മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓൾറെഡി നമുക്ക് ഈ ഒരു ഭാഗത്ത് 203 എന്നുള്ളൊരു എൻട്രി അല്ലെങ്കിൽ 205 എന്നുള്ളൊരു എൻട്രി ആണെങ്കിലും 221 അല്ലെങ്കിൽ ട്രെയിൽ ചെയ്ത് വെച്ചാലും അവിടെയും കിട്ടിയിട്ടുണ്ട്. ഒരു 10 പോയിന്റ് കൂട്ടിയാൽ മതി. 15 പോയിന്റോ 18 പോയിന്റോ ഒന്നും നമ്മൾ കൂട്ടണ്ട. ഇവിടുത്തെ 10 പോയിന്റ്, പിന്നെ ഒരു 5 പോയിന്റ്, പിന്നെ ഒരു 10 പോയിന്റ്, 21 പോയിന്റ് ഓൾറെഡി നമുക്കിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഹെവി റിസ്ക് പിടിച്ചിട്ടുള്ള കളിയാണ്. ഇനി സിയിലിപ്പോൾ 206 എൻട്രി, 200 സ്റ്റോപ്പ്, 205 എൻട്രി, 200 സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ 199 സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ആ പോയിന്റ് 178 180 ബ്രേക്ക് ചെയ്താൽ അറ്റ്ലീസ്റ്റ് ഒരു 5 പോയിന്റ് നമുക്ക് എവിടെ നിന്ന് പിടിക്കണം? സിയിൽ പിടിക്കാനുള്ള മനസ്സ് വെച്ചുകൊണ്ട് വേണം നമ്മൾ സിയിൽ എൻട്രി എടുക്കാൻ. അപ്പം നമുക്ക് ടെൻഷനില്ല. കാരണം യെല്ലോ ലൈൻ നിൽക്കുന്ന കാരണം പിയിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? 254 നമ്മുടെ ഫൈനൽ ടാർഗറ്റ്. അത് എത്തുന്നത് വരെ നമ്മൾ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കും. അതിനിടക്ക് പല സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒക്കെ വരും. അത് നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോവുക, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് ചോദിക്കുക, അവിടെ ഇറങ്ങിയിട്ട് വീണ്ടും ഇവിടെ നിന്ന് കയറിയായിരുന്നെങ്കിലോ? ഈ 5 പോയിന്റ് അല്ലെങ്കിൽ 8 പോയിന്റ് താഴത്തോട്ട് ട്രെയിൽ ചെയ്യുന്നതിന് നല്ലതല്ലേ താഴത്തുനിന്ന് വീണ്ടും നമുക്കൊരു റീ എൻട്രി എടുക്കണം. അപ്പോൾ പിന്നെയും കൂടുതൽ പോയിന്റ് കിട്ടി. എത്ര കിട്ടി? 205 നിന്ന് 219 വരെ 14 പോയിന്റാണ് സിംഗിൾ ക്യാൻഡിൽ അല്ലേ? ഈ ക്യാൻഡിലിൻ്റെ ഓപ്പൺ എത്രയാണ്? മഞ്ഞലായി മുട്ടി. അപ്പോൾ ഏതാണ്ടൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ 205 നിന്ന് 217 വരെ, ആ 219 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒരു ഡയറക്ഷൻ മൂവ് അങ്ങ് നടത്തി കഴിഞ്ഞാൽ 220 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പറക്കും. അപ്പോൾ 220 ബ്രേക്ക് ചെയ്ത് 224 പൊക്കത്തോട്ട് മാർക്കറ്റ് ബുള്ളിഷ് മൂവ് നടത്തി കഴിഞ്ഞാൽ ഒരു 220 സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് കയ്യും കെട്ടിയിരിക്കുക. മാർക്കറ്റ് ഹൈവേയിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. ഇനിയൊരു വോളിയം ജനറേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി വോളിയം ആയിരിക്കും. ചിലപ്പോൾ സിംഗിൾ ക്യാൻഡിലിൽ തന്നെ 254 തന്നെ വരാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മൊത്തത്തിൽ എത്ര ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇവിടെ കിട്ടിയ ആദ്യം കിട്ടിയ ഈ 203 തന്നെയാണ് നമ്മൾ ആദ്യം എൻട്രി എടുത്തത്. അതേ 203 തന്നെയാണ് രണ്ടാമതും നമ്മൾ എൻട്രി എടുത്തത്. അപ്പോൾ ഒരു 203 വേണ്ട, 205 നിന്ന് 220 വരെ കൂട്ടിയാലും 15 പോയിൻ്റാണ്. വീണ്ടും 205 നിന്ന് 215 വരെ കൂട്ടിക്കഴിഞ്ഞാൽ 10 പോയിൻ്റാണ്. 2 റൈഡിൽ തന്നെ ഇവിടെ 25 പോയിന്റ് കിട്ടി. പിന്നെ ഇവിടെ ഒരു 10ഉം 15 25 30 40 പോയിന്റ് ഓൾറെഡി ഇപ്പോൾ
കൃത്യമായിട്ട് ഡിസിപ്ലിൻ ചെയ്ത് കയറി ഇറങ്ങി ട്രെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട പ്രോഫിറ്റാണിപ്പോൾ 35-40 പോയിന്റ്. ഇനി ഈ ഒരു 220 ബ്രേക്ക് ചെയ്താൽ ഒരു ബിഗ് മൂവ്മെൻറ്റ് 254 മാർക്കറ്റ് മൂവ് ആവണം. 180 ബ്രേക്ക് ചെയ്യാതെ സിയിലും കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാം. നമ്മൾ പറഞ്ഞത് ഗ്രീൻ ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ, പിന്നെ ഇനിയിപ്പോൾ അടുത്തത് റെഡ് ക്യാൻഡിൽ. അപ്പം ഇങ്ങനെ ഒരു 3-4 ക്യാൻഡിൽ ഫോം ചെയ്യണം. ഒരു 10:30 കഴിയാതെ ഒന്നും മാർക്കറ്റിൽ ഒരു മൂവ്മെൻ്റ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. എപ്പോഴാണ് ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 25,340 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റും മുകളിലോട്ടും ക്യാൻഡിൽ അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. നേരെ മറിച്ച് ഇവിടെ താഴത്തോട്ട് 25,300 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ട്, കാരണം 50 മിനിറ്റ്സിൻ്റെ ആ SMA ഇപ്പോഴും താഴെ നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പല പച്ചയും നീലയൊക്കെ കാണിച്ച് നമ്മളെ കൊതിപ്പിക്കും. നമ്മളിനി തൽക്കാലം ഒരു മുക്കാൽ മണി ഒരു 3 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലും കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 41 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇപ്പോൾ 10-40 പോയിൻ്റ് ഓൾറെഡി ആയിട്ടുണ്ട് സ്കാൽപ്പിങ്ങിൽ. കണക്കും പ്രകാരം ഒരു 5, പിന്നൊരു 10, പിന്നൊരു 15, പിന്നൊരു 10, 15, 30, 40 പോയിൻ്റ് വളരെ സിമ്പിളായിട്ട് ഡിസിപ്ലിൻ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇനിയിപ്പോൾ ഒരു ബിഗ് മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 220 ബ്രേക്ക് ചെയ്തുകൊണ്ട് 254 ആ മൂവ്മെൻറ്റും കൂടെ കഴിഞ്ഞിട്ടേ നമ്മളെന്തായാലും ലൈവ് വൈൻഡപ്പ് ചെയ്യുന്നുള്ളൂ. 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഓൾറെഡി RSI അപ്പർ സൈഡിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എടുത്താൽ 20 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. 20 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് 254. നേരെ മറിച്ച് അത് സ്റ്റോപ്പ് ലോസ് റിക്കവർ ചെയ്യാനുള്ള 20 പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 171 ബ്രേക്ക് ചെയ്താൽ 82-85 വരെ, 85 അല്ല, ഒരു 90 വരെ. എന്നാലും ഈ 254 വിട്ട് പോകാനായിട്ട് തോന്നണില്ല. എന്തായാലും ഉടനെ 9:55 ശരിക്കും 10 മണിക്കാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യണത്. അപ്പോൾ 220 നിന്ന് 254 വരെ പോകാനായിട്ട് ഒരു ഒറ്റ ക്യാൻഡിൽ മതി. 9:55 അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒരു ബ്രേക്കൗട്ട് ഉണ്ടായി 254 മുട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ 254 കൊണ്ടേ ഇന്ന് പോകത്തുള്ളൂ. വൈകിട്ടാണെങ്കിലും തിങ്കളാഴ്ചയാണെങ്കിലും ചൊവ്വാഴ്ചയാണെങ്കിലും. പിന്നെ താഴത്തുനിന്ന് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പോയിന്റ് കയറ്റി വെച്ചേക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലോട്ട് 254 വലിയ കുതിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ താഴത്തോട്ടൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ടാണ് നമ്മളൊരു 20 പോയിൻ്റൊക്കെ പറയുന്നതിൻ്റെ റീസൺ. അപ്പോൾ അവിടെ വേറെ കാര്യം ചെയ്യാം. ഈ പി എടുത്ത് ഹോൾഡ് ചെയ്തുകൊണ്ട് സിയിൽ 5 പോയിൻ്റൊക്കെ വെച്ചിട്ടൊരു 4 ട്രേഡിലൊക്കെ ആയിട്ട് ഇപ്പുറത്ത് കൊടുക്കുന്ന സ്റ്റോപ്പ് ലോസ് നമുക്ക് അപ്പുറത്ത് ട്രേഡ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് കുറേശ്ശെയൊക്കെ പിടിക്കാൻ പറ്റും. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഇത് കോൺസെൻട്രേഷൻ ചെയ്യണതെന്ന് വെച്ചാൽ ഇവിടെ SMA ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഡൗണിലേക്ക് ഒരു ഫാള് വരികയാണെങ്കിൽ അതിവിടെ ക്യാപ്ചർ ചെയ്യാം എന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. സാധാരണ 10 മണിക്കൂർ ട്രിഗർ പ്രൈസാണ് മാർക്കറ്റ് ഇടിച്ച് നിൽക്കാറ്. അപ്പം അങ്ങനെ കണക്ക് കൂട്ടിയാലും 209.58 ശരിക്കും അതൊരു 225 ടച്ച് ചെയ്ത് നിൽക്കേണ്ടതാണ്. അതിൽ എത്ര പോയിന്റ് ഓൾറെഡി വന്നിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ട്? 213 തൊട്ട് 221 വരെ 9 പോയിൻ്റാണ് അതിൽ ഓൾറെഡി മൂവ് നടന്നേക്കണം. ഒരു സിംഗിൾ ക്യാൻഡിലിൻ്റെ മൂവ് 9 പോയിൻ്റ് നടന്നേക്കണം. 9:59 ആയിട്ടുണ്ട്. എന്തായാലും എനിക്ക് പ്രതീക്ഷയുള്ള ഒരു ഹൈ എന്ന് വെച്ചാൽ 223.70 വരെ ചെറിയൊരു പ്രതീക്ഷയുണ്ട്. ഓക്കെ, 10 മണിക്ക് 223 ടച്ച് ചെയ്തിട്ടുണ്ട്. 10 മണിക്ക് മുമ്പാണ് നമ്മുടെ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യണത്.
223-ലാണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ അത് എക്സ്റ്റൻഷൻ ചെയ്ത് പോയാൽ മുകളിലോട്ട്. എന്നാലും കുഴപ്പമില്ല, 210 നിന്നാണെങ്കിലും 222 12 പോയിൻ്റാണ് ഓൾറെഡി വന്ന് നിൽക്കുന്നത്. അത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനുള്ള തയ്യാറെടുപ്പാണ് എടുക്കണേ. 10 മണിക്ക് നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്ത് നിന്നത് 223 വരെയാണ്. നമ്മൾ ഈ ക്യാൻഡലിൻ്റെ ഹൈയിലാണ് ഒരു വിക്ക് നമ്മൾ പ്രതീക്ഷിച്ചത്. ഇനിയിപ്പോൾ 223 225 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് അപ്സൈഡിലേക്ക് കിട്ടത്തുള്ളൂ. 1-2 പ്രാവശ്യം ട്രിഗർ ചെയ്തിട്ടുള്ളൂ. ഒരു ബിഗ് മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഏരിയ കൂടെ ബ്രേക്ക് ചെയ്യണം. കാരണം 2 മിനിറ്റിൽ ഇവിടെ RSI ഒരു ക്രോസ് ഓവറിൻ്റെ വക്കിൽ നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അലർട്ട് എടുക്കണമെന്ന് പറയണം. എന്നാലും കുഴപ്പമില്ല, 213 നിന്ന് 222 10 പോയിൻ്റ് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് പോട്ടെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. കാരണം 2 മിനിറ്റിൽ ഇവിടെ ഒരു വൈറ്റ് ഡോട്ടിലാണ് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. 2 മിനിറ്റിൽ സിയുടെ ക്യാൻഡിൽ. അപ്പോൾ അത് SMA ബ്രേക്ക് ചെയ്തിട്ട് SMA ഒരു റീടെസ്റ്റിന് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. കാരണം ഇവിടെ നമ്മൾ വൈറ്റ് ഡോട്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട് വളരെ സ്ട്രോങ് ആണ്. അത് കുറച്ച് ടൈം എടുത്തിട്ടേ ബ്രേക്ക് ചെയ്യുള്ളൂ. ബ്രേക്ക് ചെയ്ത ഒറ്റ ഫാളായിരിക്കും താഴത്തോട്ട്. പറഞ്ഞു തീർന്നില്ല. സജീവ് തിരുനാവായ പോട്ടെ. 236 238. ഇവിടെ ഒരു സപ്പോർട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. കാരണം യെല്ലോ ലൈൻ, ഈ വയലറ്റ് ലൈനിൻ്റെ ചോട്ടിലെ സപ്പോർട്ടിലാണ് ഇവിടെ. അപ്പോൾ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് ഇനി അടുത്തൊരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. വൺ ബൈ തേർഡായിട്ട് കയറുമോ നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് താഴത്തോട്ട് വരും എന്ന് പറഞ്ഞത്? ഇപ്പുറത്ത് 2 മിനിറ്റിലാണ് മാർക്കറ്റ് നമ്മൾ ഇട്ട് വെച്ചിരിക്കണേ. അപ്പം അതിൽ ഈ ഒരു വയലറ്റ് ലൈനിൻ്റെ ബോട്ടത്തിൽ വന്ന് മാർക്കറ്റ് ഇടിച്ചിട്ടാണ് റീടെസ്റ്റിന് വേണ്ടി മുകളിലോട്ട് വന്നത്. എന്തായാലും സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് മാർക്കറ്റ് താഴത്തോട്ട് ഇറങ്ങത്തുള്ളൂ. ഇത് ഇവിടെ വന്ന് നോക്കിയിട്ട് ഇങ്ങനെ പല സമയം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ അതായത് കൊണ്ടൊരൊറ്റ ഹിറ്റ് ചെയ്തിടും, എന്നിട്ട് മാർക്കറ്റ് താഴത്തോട്ട് ഇറക്കും, എന്നിട്ട് സൗകര്യം പോലെ പതുക്കെ 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 കയറി 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 254. ഇപ്പോൾ ആൾക്കാരെ മുഴുവൻ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള കംപ്ലീറ്റ് ആൾക്കാരെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹണ്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് പതുക്കെ മാർക്കറ്റിൻ്റെ വഴിക്ക് പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പോയി 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 329 വരെ പോകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ വന്ന് അസിസ്റ്റൻ്റ് ഏരിയ ഒക്കെ നോക്കി വെച്ചേക്കുക. ഈ മഞ്ഞ ലൈൻ ഇവിടെ നിൽക്കുന്ന കാരണമാണ് ഈ ഒരു വലിവ് ഈ ഭാഗത്തേക്ക് വരുന്നത്. സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ മുകളിലോട്ട് പോകുള്ളൂ. ഏരിയ വന്ന് നോക്കി ഇവിടെ കുഴപ്പമൊന്നുമില്ലാന്ന് സിഗ്നൽ കൊടുത്തു. അതായത് ആദ്യം ബടൻ ചെന്ന് നോക്കി, അല്ലെങ്കിൽ സർവൻ്റ് ചെന്ന് ഇവിടെ ഏരിയ കുഴപ്പമൊന്നുമില്ല സജിയേട്ടാ. അപ്പോൾ മറ്റേ ആൾക്കാർ പതുക്കെ 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 എല്ലാവരും കൂടെ ഒരു 3 ക്യാൻഡിൽ 4 ക്യാൻഡിലൊക്കെ ആയിട്ട് പതുക്കെ 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 കയറി 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 254 എത്തട്ടെ. ടു മിനിറ്റിൻ്റെ സീൽ RSI ഡൈവർജൻസ് ചെയ്ത് പൊക്കത്തോട്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ റെഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. ഇനി ഇത് ഒന്ന് ടാലിയായി ഓപ്പോസിറ്റ് വന്നാൽ മാത്രമാണ് ഇവിടെ ഒരു സ്ട്രഗിൾ ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. അതവിടെ കിടക്കട്ടെ. പീല് വല്ലതും കിട്ടുമെന്നുള്ള കാര്യം നോക്കട്ടെ. പീല് 163 ബ്രേക്ക് ചെയ്താൽ
166 ഒരു 3 പോയിന്റ് മാത്രം കിട്ടും. 163 ബ്രേക്ക് ചെയ്താൽ 166 ഒരു മൂവ്മെൻറ്റ്, അല്ലാതെ 160 ബ്രേക്ക് ചെയ്താൽ 63, 66, 69, അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇപ്പോഴും RSI റെഡിലേക്ക് കയറിയിട്ടില്ല. ഇപ്പോഴും RSI ഡൗൺ സൈഡ് തന്നെയാണ് സിയിൽ നിൽക്കുന്നത്. അമ്പത് മിനിറ്റായി. എന്തായാലും വീഡിയോ പോസ് ചെയ്യാം, ഏതെങ്കിലും ഒരു ടാർഗറ്റൊക്കെ എത്തുമ്പോൾ അറിയിക്കാം. അപ്പോൾ ഏകദേശം 233 ടച്ച് ചെയ്യാറായിട്ടുണ്ട്. അത് ആദ്യത്തെ ഒരു റിജക്ഷൻ സോണാണ് ഈ യെല്ലോ ലൈൻ എന്നുള്ളത്. അതിപ്പോൾ അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാനിൽ വരുമ്പോൾ ചിലപ്പോൾ തൊട്ട് താഴത്തേക്കൊന്ന് മഞ്ഞ ലൈൻ 233 എന്നുള്ളത് കുറച്ചൊന്ന് താഴത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഈ ഭാഗം ഒരു സേഫായിട്ടുള്ള സോണാണ്. ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വരുമെന്നുള്ള കാര്യം. 156 ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും സിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഏകദേശം ഒന്ന് നമുക്ക് ട്രെയിൽ ചെയ്തൊക്കെ ലോക്ക് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഒരു മിനിറ്റും 40 സെക്കൻഡ് കൂടെ ഉണ്ട് ഇനി 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ആവാൻ. ആ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഏകദേശമൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്ത് വെക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. 225 താഴത്തോട്ട് പി വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റ് ഡൗൺ ആവും. കാരണം ഇവിടെ RSI റെഡിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മാർക്കറ്റ് 2 മിനിറ്റിൽ സി സൈഡിലേക്ക് ഡൈവർജൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 156 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 162, 163 വരെ മാർക്കറ്റ് പോകും. അതാണ് നമ്മൾ പറഞ്ഞത്, ഒന്ന് സെറ്റിൽ ചെയ്ത് വെച്ചോ. മാർക്കറ്റ് വോളിയം കയറുന്നുണ്ട്. 2 മിനിറ്റിൽ സിയിൽ മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. കാരണം ഈ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഡൗണിനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ട്രെയിൽ ചെയ്ത് വെച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ സിയും പോകാനുള്ളത് 162 വരെയൊക്കെ പോകാനായിട്ട് കിടപ്പുണ്ട്. എന്തായാലും വരാതിരിക്കില്ല 254 ഇട്ട്. മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ മാർക്കറ്റ് എന്തായാലും ഒരു മൂവ്മെൻറ്റ് എന്തായാലും വരത്തുള്ളൂ. കാരണം സിയിൽ ഈ RSI ഡൈവർജൻസ് ആവണം പിയിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഏകദേശം ഇപ്പോൾ 230 നിന്ന് 254 വരെ കിട്ടുന്ന 24 പോയിന്റ് വേറെ നമുക്ക് അപ്പുറത്തേലെടുത്താലും കുഴപ്പമില്ല. പി തന്നെ 254 നമുക്ക് കിട്ടണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. നമുക്ക് ഏതിലെങ്കിലും കിട്ടിയാൽ മതി. അപ്പോൾ 54 മിനിറ്റായി. എനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ എത്രയേ ഇവിടെ നിന്നുള്ള ഈ ഒരു മൂവ്മെൻറ്റ് 160, 161 പോട്ടെ, 162, 163 റീടെസ്റ്റ് ഏരിയ ആണത്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും സപ്പോർട്ട് എടുക്കുമായിരിക്കും. പോരട്ടെ, 161, 161.7. കാരണം ഇവിടെ സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് ഇവിടെ 161 ഭാഗത്തേക്ക് വരെ വന്ന് മാർക്കറ്റ് നിൽക്കുന്നത് കേട്ടോ. റീടെസ്റ്റിന് വേണ്ടി പോകുന്നു നമ്മൾ പറഞ്ഞ ഏരിയ. വീണ്ടും
നമ്മൾ ആദ്യം എൻട്രി എടുത്ത അതേ സ്ഥലത്ത് തന്നെയാണ് പി വന്ന് നിൽക്കുന്നത്. ഈ ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഒന്നും കൂടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാവണേ. നൂറ്റി 61.96, 162.43. അപ്പോൾ എനിവേ സമയം ഇപ്പോൾ ഒരുപാടായി. ഞാൻ വീഡിയോ പോസ് ചെയ്യാണ്. നമ്മുടെ ടാർഗറ്റ് 254 എത്തുന്ന സമയത്ത് നമുക്ക് അറിയിക്കാം. മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ ഒരു റിവേഴ്സ് വന്നതിൻ്റെ റീസൺ ഇവിടെ ഒരു റീടെസ്റ്റിന് വേണ്ടി പോകാനുണ്ട്. RSI സിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കിവിടെ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് 230 നിന്ന് മാർക്കറ്റ് 218 റിവേഴ്സായി. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് അലർട്ട് കിട്ടിയതുകൊണ്ട് എന്താ ഗുണമുണ്ടായേ, ആ സമയത്ത് ഇറങ്ങാൻ പറ്റി. ആ സമയത്ത് ഇറങ്ങിയിട്ട് ഓപ്പോസിറ്റ് സിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് കോസ്റ്റ് 2-3 പോയിന്റ് കയറ്റിയിട്ടേക്കാണ്. 156 കയറ്റിയിടണം. 156 കയറ്റിയിട്ടാൽ വലിയ പ്രശ്നങ്ങൾ വരില്ല. ഇതൊരു റീടെസ്റ്റ് ഏരിയയാണ്. ആദ്യം നമ്മൾ 217 എൻട്രി എടുത്ത അതേ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും എൻട്രി എടുത്തിരിക്കുന്നത്. അപ്പം അത് 261 മുട്ടാഞ്ഞതിൻ്റെ റീസൺ 217 റീസപ്പോർട്ട് എടുക്കാൻ വേണ്ടി വന്നതുകൊണ്ടാണ് ഇത് 161 മുട്ടാഞ്ഞത്. മാർക്കറ്റ് അവിടെ നിന്ന് വീണ്ടും റിവേഴ്സായി. അപ്പോൾ ആ സമയത്ത് റീ എൻട്രി എടുക്കുക എന്നാലും നമുക്ക് വിഷയങ്ങളൊന്നുമില്ല. അതിവിടെ മുട്ടിയത് കൊണ്ടാണ്. ചില ആൾക്കാർ ഈ ഒരു 161.74 ട്രിഗർ ചെയ്ത് വെക്കും. എന്തുകൊണ്ട് അവിടെ മുട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 217 മുട്ടിയത് കൊണ്ടാണ് മാർക്കറ്റ് ഇവിടെ ഹിറ്റ് ചെയ്ത്. അപ്പോൾ എന്താ ഗുണമുണ്ടായേ, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് വീണ്ടും കയറാം. നമ്മുടെ മെയിൻ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 205-20 പോയിൻ്റാണ്. നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് 254 254 വരെ നമ്മളിതിനെ കൊണ്ടുപോകും. 57 മിനിറ്റായി. ഇനി ഞാൻ ഈ വീഡിയോ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് 254 എത്തിയിട്ടായിരിക്കും. നേരെ മറിച്ച് 205 താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ടാണെങ്കിലും വീഡിയോ നമ്മൾ അൺവൈൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് അത്ര കിട്ടിയില്ലെങ്കിലും നമുക്കത് കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ടാണ് 156 അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ കയറ്റി ലോക്ക് ചെയ്ത് വെക്കണം എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ റീസൺ. ചെറിയൊരു ഡംപ് വന്നു, അത് 217 സപ്പോർട്ട് എടുത്തു. അതിപ്പോൾ കയറി 233 നിൽക്കുന്നു. ഇവിടെ നിന്ന് മൂവ് ചെയ്താൽ നമ്മളുടെ ഡ്രീം പ്രൊജക്റ്റായിട്ടുള്ള ഹൈവേയിലേക്ക് വണ്ടി കയറിയിട്ടുണ്ട്. ഡ്രീം പ്രൊജക്റ്റായിട്ടുള്ള 254 ചെന്നിടിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. എത്തുമായിരിക്കുമല്ലേ? എത്തട്ടെ. 5 മിനിറ്റിൽ ഒരു സൂചന തന്നിട്ടുണ്ട്. സൂചന മാത്രമാണ്, അല്ലാതെ കൺഫേം ഒന്നുമല്ല. 162 ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് 175 മൂവ്മെൻറ്റ് 5 മിനിറ്റിൽ ഉണ്ടാവുള്ളൂ. എഗെയിൻ ഈ ഒരു 235 എഗെയിൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 254 മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. കാരണം 2 മിനിറ്റിൽ RSI ഇത്തിരി ഡൈവർജൻസ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ SMA ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ് 5 മിനിറ്റിനെ സംബന്ധിച്ച്. ഇവിടെ നിന്നൊരു അപ്പ് ഉണ്ടായാൽ 162 അടുത്ത നെക്സ്റ്റ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഫോം ആവുന്നത്. കാരണം ഇവിടെ ഒരു വൈറ്റ് ഡോട്ടിലാണ് നിൽക്കുന്നത്. ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ വന്നാലും 162 വരെ പോയിട്ട് അത് കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് വീണ്ടും പോകും. ഇനിയിപ്പോൾ ഒരു 10:30 ഒരു 12:30 ശേഷമൊക്കെ ആയിരിക്കും ഒരു മൂവ് കിട്ടുന്നത്. കാരണം ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. RSIയിൽ ഇവിടെ ഒരു ഡൈവർജൻസ് തന്നിട്ടുണ്ട്. പക്ഷെ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് വരാത്ത കാരണം അത് പോയാലും മാക്സിമം ഒരു 162 വരെ പോവുള്ളൂ. അവിടെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് മാർക്കറ്റ് പിന്നെ മുകളിലോട്ട് പോകുള്ളൂ. ഒരു സ്മൂത്ത് ഡ്രൈവ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 162 എങ്കിലും ബ്രേക്ക് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 210 വരത്തുള്ളൂ. അത് 210 വന്നാൽ മാത്രമാണ് നമുക്കിവിടെ ഒരു മൂവ്മെൻറ്റ് താൽക്കാലികമായിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അതിപ്പോൾ 1.5 മിനിറ്റ് കൊണ്ടുണ്ട് അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യാനായിട്ട്.
പിന്നെ ക്രോസ് ഓവർ ഇവിടെ കിട്ടിയിട്ടില്ല. നിലവിൽ 5 മിനിറ്റിലാണെങ്കിലും ഒരു ക്രോസ് ഓവർ വന്നതിന് ശേഷം മാത്രമാണ് നമുക്കൊരു കറക്റ്റ് മൂവ്മെൻറ്റ് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ 15 മിനിറ്റ്സിൻ്റെ ഫ്യൂച്ചർ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 11 മിനിറ്റ് ഇനിയുണ്ട്. ഒരു 4 മിനിറ്റിൽ ഒരു ഹയർ മൂവ്മെൻറ്റ് ജസ്റ്റ് നടന്നെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ലോവർ വിക്ക് വന്നിട്ടില്ല. ആ SMA താഴെ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരിക്കലും ഒരു 15 മിനിറ്റ്സിൻ്റെ ഗ്രീൻ എൻട്രി ആണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അത് 25,330 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയിൽ 15 മിനിറ്റ്സിലൊരു കണ്ടിന്യൂഷൻ മൂവപ്പ് ഉണ്ടാകത്തുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഇത് പക്ക കൺസോളേഷൻ സോണാണ്. നമ്മൾ വളരെ വ്യക്തമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ക കൺസോളേഷൻ ആയിരിക്കും. ഉച്ചയ്ക്ക് ശേഷം എന്തെങ്കിലും ഒരു മൂവ് കിട്ടിയാൽ കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ലോങ് ഡ്രൈവ് മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉച്ച കഴിയണം. അതിനു മുമ്പ് പക്ക കൺസോളേഷനാണ്. അതുവരെയും ഈ SMA ഇങ്ങനെ വരുന്നത് വരെയും അതിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ നിൽക്കും. അതായത് ഒരു ട്രയാങ്കിൾ പാറ്റേൺ. ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ RSI ഓൾറെഡി ഒരു ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിലും നമുക്ക് 25,330 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഒരു കൺഫേം മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടത്തുള്ളൂ. സിയിലേക്ക് മാർക്കറ്റ് ഡൈവർജൻസ് ആവുന്നുണ്ട്. 15 മിനിറ്റ്സിനെ ബേസ് ചെയ്തിട്ട് സിയിലേക്ക് ഡൈവർജൻസ് ആവുന്നുണ്ട്. പക്ഷേ 25,330 ബ്രേക്ക് ചെയ്ത് പോകണം. നിൽക്കുന്ന ലെവലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ ഇപ്പം ഇവിടെ RSI ഡൈവർജൻസ് അടുത്തോട്ട് ആവുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ 5 മിനിറ്റിൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം പറയുന്നു. ഓൾറെഡി ഇപ്പോൾ സ്കാൽപ്പ് ചെയ്തിട്ടാണെങ്കിൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നണം ഒരു 10-25 പോയിന്റ് 10-40 പോയിന്റിന് മേലെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ 210-ലേക്കൊരു ഫാള്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ക്യാൻഡിൽ അപ്പായാൽ 262-ലേക്കൊരു അപ്പ്. അതാണ് നമ്മൾ പ്രതീക്ഷിച്ചൊരു ഏരിയ. ഈ 162 ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും ഇവിടെ ഒരു സ്കാൽപ്പിംഗ് മെത്തേഡ് മാത്രമേ ഉള്ളൂ. ഈ 162 ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് ഒരു കാരണവശാലും 175 ഇട്ട് പോകത്തില്ല. ഇൻ കേസ് ഇവിടെ ഡൗണിൽ ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 153 ആയിട്ട് ട്രെയിൽ ചെയ്ത് വെക്കൽ മാത്രമേ നടക്കത്തുള്ളൂ. കാരണം ഇവിടെ ഹൈവേയിലേക്ക് 15 മിനിറ്റ്സ് കയറിയതുകൊണ്ടാണ്, ആ ഡൈവർജൻസ് ഇവിടെ വന്നതുകൊണ്ടാണ് 5 മിനിറ്റിൽ RSI സി സൈഡിലേക്ക് ഡൈവർജൻസ് ആവണുണ്ട് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. പക്ഷെ അത് 162-ന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്കതൊരു സസ്റ്റെയിൻ മൂവ്മെൻ്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം രാവിലെ തൊട്ടുള്ള 1, 2, 3, 4, 5 ക്യാൻഡിൽ നേരെ മേളിൽ നിന്ന് ബ്രേക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും റീടെസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. 162-ൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ആയാൽ നമുക്കൊരു കണ്ടിന്യൂഷൻ നമുക്ക് പറയാനായിട്ട് പറ്റും. അഞ്ച് മിനിറ്റിൽ എന്തുകൊണ്ട് റെഡ് വരുന്നു എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് 2 മിനിറ്റിൽ ഈ മൂവ്മെൻറ്റ് നടന്നേക്കണേ. നമ്മൾ 162 വരെയാണ് പറഞ്ഞത്. ആ 162 വരെയാണ് RSI ബേസ് ചെയ്ത് പോയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഡൈവർജൻസ് വന്ന് താഴത്തോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും PE 230 ബ്രേക്ക് ചെയ്താൽ 254-ലേക്ക് പോകും. ഇതൊരു കൺസോളേഷൻ സോണിലാണ് നിൽക്കുന്നത്. നേരെ മറിച്ച് 162 ബ്രേക്ക് ചെയ്താൽ 64 ബ്രേക്ക് ചെയ്താൽ 170-ലേക്കുള്ള ഒരു 6 പോയിന്റ് നമുക്ക് പിടിക്കാം. കാരണം ഇവിടെ ഇതുവരെ ഡൈവർജൻസ് വന്നിട്ടില്ല. അതേപോലെ തന്നെ പിയിൽ ഒരു ക്രോസ് ഓവർ വന്ന് നിൽക്കുന്നുണ്ട്. 210 നമ്മൾ പറഞ്ഞത്. അത് 205-ലേക്ക് ഗ്രീൻ ഒന്ന് എക്സ്പാൻഷൻ ആയത് 210 തന്നെയാണ്, കുഴപ്പമില്ല. 210 205-ലേക്ക് ഡൗൺ ആയിട്ടുണ്ട്. 210 205-ലേക്ക് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ 210-ന് താഴത്തോട്ട് വന്നാൽ 210-ലേക്ക് എക്സ്പാൻഷൻ നടന്നിട്ടുമുണ്ട്. 210-ന് താഴത്തോട്ട് വന്നാൽ മാത്രം നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ഡൗൺ വന്നതിൻ്റെ റീസൺ ഇവിടെ RSI 2 മിനിറ്റിൽ മുകളിലോട്ട് പോകേണ്ടത് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അത്രയും അപ്പ് മാർക്കറ്റിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് നമ്മൾ 162-ന് മുകളിലോട്ട് പോയാൽ മാത്രം ഒരു കറക്റ്റ് മൂവ്മെൻറ്റ് നമുക്ക് സിയിൽ കിട്ടത്തുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഇത് RSI കറങ്ങിത്തിരിഞ്ഞ് വരുന്നത് വരെ നമ്മളൊന്ന് അലർട്ടായിട്ട് നിൽക്കണം. അതിന് ബദലായിട്ടാണ് നമ്മൾ 210-ന് താഴത്തോട്ട് വന്നാൽ മാത്രം
ഇവിടെ ഡൗൺ ആവുള്ളെന്ന് പറഞ്ഞതിൻ്റെ റീസൺ. ഇതിപ്പോൾ ഇത് RSI ഇവിടെ ക്രോസ് ഓവർ ആയെന്ന് പറഞ്ഞിട്ട് അതൊരു കൺഫേം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു മേളിലോട്ട് പലതവണ ഇവിടെ നിന്ന് വാ തുറന്ന് പിന്നെയും മുകളിലോട്ടൊക്കെ പോയിട്ടുണ്ട്. പക്ക കൺസോൾട്ടേഷനാണ്. പറഞ്ഞ പോലെ ഇത് എടുത്ത് ഹോൾഡ് ചെയ്യുക. ഓപ്പോസിറ്റ് ഇവിടെ ചെറിയ ചെറിയ പോയിന്റ് സ്കാൽപ്പ് ചെയ്തെടുത്താലും നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് പോയാൽ ആ സ്റ്റോപ്പ് ലോസിനുള്ള ഫണ്ട് നമുക്കിവിടെ നിന്ന് ഈസി ആയിട്ട് കണ്ടുപിടിച്ചെടുക്കാം സ്കാൽപ്പ് ചെയ്ത്. അതാണ് ഇവിടെ ഈ മൂവ്മെൻ്റ് ഒക്കെ നടന്നത്. 162 സ്കാൽപ്പിംഗ് പോയിന്റ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞതിൻ്റെ റീസൺ. അപ്പം അങ്ങനെ കുറച്ച് ഇവിടെ എടുത്തിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിവിടെ സ്കാൽപ്പ് ചെയ്ത് ചെറിയ ചെറിയ പോയിൻ്റൊക്കെ എടുത്ത്, അല്ലെങ്കിൽ സിയിൽ അനദർ സ്ട്രൈക്കിൽ നമുക്ക് സ്കാൽപ്പ് ചെയ്തൊക്കെ എടുത്തിട്ട് ഇവിടെ കൊടുക്കാനുള്ള സ്റ്റോപ്പ് ലോസ് നമുക്കിവിടെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെയും ചെയ്യാം. അത് ഓരോരുത്തർക്ക് ഓരോ ഐഡിയ വെച്ചിട്ടുള്ള പരിപാടികളാണ്. എന്തായാലും ഇപ്പോൾ തന്നെ സമയം 1 മണിക്കൂർ 6 മിനിറ്റുമായി. ഇനി എന്തായാലും നമ്മൾ വീഡിയോ ഓൺ ചെയ്യുന്നില്ല. ഒന്നെങ്കിൽ 254 ടാർഗറ്റ്, ഇല്ലെങ്കിൽ 210 സ്റ്റോപ്പ് ലോസ്, 205 സ്റ്റോപ്പ് ലോസ്. നേരെ മറിച്ച് 162 ബ്രേക്ക് ചെയ്ത 169 175 സി നമ്മൾ ഹോൾഡ് ചെയ്യും. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്യാൻഡലിൽ ഇവിടെ നിന്ന് റിവേഴ്സ് ആവുകയാണെങ്കിൽ മാത്രം നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. RSI ഓൾറെഡി ഡൗൺ ആണ്. അപ്പോൾ ആദ്യത്തിൽ 160 മുതൽ 162 വരെയുള്ള ടാർഗറ്റും ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അവിടം വരെയുള്ള ചെറിയ പോയിൻ്റേ കിട്ടിയിട്ടുള്ളൂ. ഇനി അതൊന്ന് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 168 170 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. കാരണം 15 മിനിറ്റ്സിൽ വൈറ്റ് ഡോട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ആ 15 മിനിറ്റ്സിൻ്റെത് ഒരു സ്പേസ് ഫില്ല് ചെയ്യാനുള്ളത് 25,330 ആ 25,330 15 മിനിറ്റ്സിൻ്റെ ടച്ച് ചെയ്യുന്ന സമയത്ത് CE 168 വരെ പോകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമുക്ക് നിൽക്കുന്നത്. ഇൻ കേസ് ഇവിടെ ഒരു 160ൻ്റെ ഭാഗത്ത് എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിലും കോസ്റ്റ് ടു കോസ്റ്റൊക്കെ ഇട്ട് വെക്കുന്നതാണ് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം. അത് കയറിപ്പോയാൽ 170 വരെയൊക്കെ മാർക്കറ്റ് ആ ഒരു രീതിയിലേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തു പോകും. അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡലിൻ്റെ ഫോർമേഷൻ നോക്കിയിട്ടാണ് നമുക്ക് സിയിലൊരു എൻട്രി അല്ല പിയിലൊരു എൻട്രി ഇനി പറയാൻ പറ്റത്തുള്ളൂ. കാരണം RSI ഓൾമോസ്റ്റ് ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത്. 2 മിനിറ്റിൽ വീണ്ടും ഒരു RSI സിയിൽ ക്രോസ് ഓവർ ആയിട്ട് ഹൈവേയിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു അപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ഫാസ്റ്റായിട്ടായിരിക്കും മാർക്കറ്റ് 170ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണത്. സി സൈഡ് നമ്മൾ ആദ്യത്തെ എൻട്രി 160-ലായിരുന്നു. അത് 163 വരെ 3 പോയിന്റിലാണ് പോയി നിൽക്കുന്നത്. അത് കോസ്റ്റ് ടു കോസ്റ്റ് ഒരു പോയിന്റോ കയറ്റി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ 205-ന് താഴെ എത്ര വരെ വന്നിട്ടുണ്ട്? 204.95 വരെ. ഇതൊരു പിൻബാറാണ്. ഈ പിൻബാറിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പിയിൽ 217-ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് അനദർ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് 167 ഓൾമോസ്റ്റ് ടിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 170 170 ബ്രേക്ക് ചെയ്താലാണ് CE അടുത്ത ഒരു അപ്പർ ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അത് മൂവ് ചെയ്താലും എവിടം വരെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 183 വരെ മാർക്കറ്റ് വരാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ റെസ്റ്റ് ചെയ്തു. അതിനുശേഷം ഇത് ബ്രേക്ക് ചെയ്താൽ 230 ബ്രേക്ക് ചെയ്താലാണ് പിന്നെ അടുത്ത മൂവ്മെൻറ്റ് നമ്മൾ നോക്കിയത്. കുറേ നേരം കൺസോൾട്ടേഷൻ ചെയ്ത് നിന്നു. നമ്മുടെ 15 മിനിറ്റ്സിൽ RSI മുകളിൽ നിന്നത് കാരണം
നമ്മൾ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത കാരണം മാർക്കറ്റ് കറക്റ്റായിട്ട് 25,335 ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 25,346 മൂവ് ചെയ്യണത്. അപ്പോൾ ഇവിടെ എത്ര പോയിന്റ് കിട്ടി? 160 മുതൽ 168 വരെയുള്ള 8 പോയിൻ്റാണ് കിട്ടിയേക്കണത്. അത് നിലവിലുള്ള അതിൻ്റെ ലോവിലേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചാലും വലിയ വിഷയങ്ങളൊന്നും വരില്ല. ഇപ്പം ഇവിടെ കിട്ടാത്തത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ കിട്ടിയാലും മതി, നമുക്ക് എവിടെ നിന്നാണെങ്കിലും പോയിന്റുകൾ കിട്ടിയാൽ മതി. അല്ലാണ്ട് ഇത് തന്നെ എടുക്കുമെന്ന് നമുക്ക് വാശികളൊന്നുമില്ല. 171 മാർക്കറ്റ്. ഇപ്പോൾ ട്രെയിൽ ചെയ്ത് വെക്കുക. നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ, ഇപ്പോൾ ഇവിടെ ഒരു സ്ട്രഗിളിങ് ഏരിയ ഉണ്ട്. ഈ ലെവലിൽ രാവിലെ ഒരുപാട് നേരം സ്ട്രഗിൾ ചെയ്തൊരു ഏരിയ ആണ്. ആ ഏരിയ ഏതാണ്ടൊക്കെ ഒരു 177 177 കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ 183 കാരണം ഇവിടെയും അപ്പർ വിക്കിൽ ഇടിച്ചിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ. അപ്പം നിൽക്കുന്നതും സ്ട്രഗിൾ ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ റെഡ് വരുന്നതെന്ന് വെച്ചാൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. പിന്നെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് 168 മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കണേ. ആ സപ്പോർട്ട് ഒരു തവണ കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും 157 ഭാഗത്തേക്കായിരിക്കും സ്ട്രഗിൾ ചെയ്ത് വരുന്നത്. അപ്പോൾ ട്രെയിൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സേഫ് പൊസിഷൻ 168 മാത്രമേ ഉള്ളൂ. കാരണം പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 168.78 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് 159 മാർക്കറ്റ് ഫാളാവും. പിന്നെ നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് ആ ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 183 മൂവ് ചെയ്യണത്. അപ്പം അതായത് ഇതൊരു ഇൻഡിസിഷൻ സ്പേസ് ആണ്. ഇവിടെ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും മാർക്കറ്റ് മുകളിലോട്ടോ താഴത്തോട്ടോ മാർക്കറ്റ് നെക്സ്റ്റ് ക്യാൻഡലിൽ മൂവ്മെൻറ്റ് വരാം. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് 160 നിന്ന് 170, അത് ഓൾമോസ്റ്റ് 74 വരെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടേത് 170 നമ്മൾ ലോക്ക് ചെയ്ത്. അപ്പോൾ ഇവിടെയും കിട്ടിയിട്ടുണ്ട് 10 പോയിന്റ്. ഇപ്പോൾ 205, 208 ബ്രേക്ക് ചെയ്താലാണ് നമ്മൾ അഗെയിൻ എന്തിലേക്ക് നോക്കുന്നുള്ളൂ? സിയിലേക്ക് നോക്കുന്നുള്ളൂ, അല്ല പിയിലേക്ക് നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു മൂവ്മെൻറ്റ് എന്തായാലും വരും. അപ്പോൾ നമ്മൾ വിത്ത് ആവറേജിങ്ങിൻ്റെ പരിപാടി കൂടെ 190. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ആവറേജിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ശ്രമിക്കാം എന്നുള്ളൊരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ക്രോസ് ഓവർ കിട്ടിക്കഴിഞ്ഞാൽ 5 മിനിറ്റിലൊരു ക്രോസ് ഓവർ കിട്ടിക്കഴിഞ്ഞാൽ ആവറേജിങ്ങിനൊന്ന് ശ്രമിക്കാം. അപ്പോൾ ഇവിടെ ആവറേജിങ്ങിൻ്റെ വീഡിയോ സാധാരണ ഈ സമയമാകുമ്പോൾ ഞാനൊരു ആവറേജിങ്ങിൻ്റെ വീഡിയോ മിക്ക ദിവസം ഇടാറുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട, അവിടെ ഒരു ആവറേജിങ് വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ 3 ലോട്ടാണ് ആവറേജിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ടാർഗറ്റ് മിനിമം 21 പോയിൻറ്റ്സ് ആണ്. അവിടെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയണത് 254 ടാർഗറ്റ്. ഇൻ കേസ് അത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അനദർ സിസ്റ്റത്തിൽ നമ്മൾ 175 ബ്രേക്ക് ചെയ്താൽ 183 നമ്മൾ സിയിൽ എന്തായാലും എടുക്കും. അപ്പോൾ ഇവിടുത്തെ ലോസ് താഴത്തോട്ട് പോയാലും അതൊരു ലോസ് ആവില്ല. ആ ലോസ് അപ്പുറത്ത് നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും. പക്ഷെ ആവറേജിങ്ങിൽ ഇടുമ്പോഴത്തേക്കും നമുക്ക് താഴത്തുനിന്ന് ആവറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോൺ ഡയറക്ഷണൽ ട്രേഡിങ് ചെയ്യുന്നത്. നോൺ ഡയറക്ഷണൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന് ഓപ്പോസിറ്റ് പോകണം എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നോൺ ഡയറക്ഷണൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ കിട്ടണം? 254 കിട്ടണം.
ഒരു മൂവ്മെൻറ്റ്. അതുകൊണ്ടാണ് നമ്മളവിടെ ഒരു എൻട്രി വെച്ചത്. കാരണം 2 മിനിറ്റിൽ RSI ക്രോസ് ഓവർ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു എൻട്രി വെച്ചതും. പിന്നെ 5 മിനിറ്റിൽ ഒരു മടക്ക് വരുന്നുണ്ട്. ആ മടക്ക് കണ്ടുകൊണ്ടാണ് നമ്മളവിടെ 199 ഒരു എൻട്രി വെച്ചത്. അത് ഓൾറെഡി 205 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ടത്തോടു കൂടി 254 എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എനിവേ വീഡിയോ പിന്നെ ഞാൻ പോസ് ചെയ്യുന്നു. ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് അടി ഇല്ല, കാരണം ആവറേജിങ് ആണ് ചെയ്യണം. അപ്പോൾ സ്റ്റോപ്പ് ലോസിന് വലിയ പ്രാധാന്യം ഇല്ല അവിടെ. ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ മാർക്കറ്റ് പോയി ഹിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു റെഡിഷ് റിജക്ഷൻ ഏരിയയിലാണ് മാർക്കറ്റ് പോയി ഹിറ്റ് ചെയ്തിട്ട് അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഡൗൺ ആയത്, ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട്. ഈ സാധനം ഇവിടെ നിന്നൊരു ഫാള് വന്നാൽ വളരെ ഫാസ്റ്റായിട്ട് ഗ്യാപ്പ് ഫില്ലിങ് വിത്ത് യെല്ലോ ലൈനിലേക്ക് മാർക്കറ്റ് മുട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു എൻട്രി പ്ലാൻ ചെയ്തിട്ട് പക്ക എൻട്രി എടുത്തത്. ഇപ്പം തന്നെ 600 207. ഇപ്പം അത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ഇട്ടാലും ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഇപ്പോൾ ഒരു എൻട്രി നമ്മൾ എടുക്കുന്ന സ്ഥലം വളരെ കരുതി കൂട്ടിയാണ് എൻട്രി എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 254 കാണാം. മാർക്കറ്റ് അടുത്തൊരു ഡയറക്ഷൻ മൂവിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരുപാട് നേരമായി ഒരു ആവറേജിങ് ട്രേഡിങ്ങും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 199 നമ്മുടെ എൻട്രി പ്രൈസ്. 199.70 ട്രിഗർ പ്രൈസാണ്. അതായത് നമ്മളുടെ എൻട്രി പ്രൈസിൻ്റെ അതേ ലെവലിലേക്ക് എന്തെത്തിയിട്ടുണ്ട്, SM എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് 199.73 പോയി യാത്ര പറഞ്ഞിട്ട് അടുത്ത യാത്ര ആരംഭിക്കാം. അപ്പോൾ ഇനി ഒരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സമയം ഒരുപാടായി. രാവിലെ തൊട്ട് നോൺ സ്റ്റോപ്പ് ഇരുന്നിട്ട് ഇന്നലെയും നോൺ സ്റ്റോപ്പ് ഇരുന്നു, ഇന്നും നോൺ സ്റ്റോപ്പ് ഇരുന്നു. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൊക്കെ ആകെ പണ്ടാരടങ്ങിയിരിക്കുകയാണ്. നല്ല തലവേദനയും ഈ ഫുൾ ടൈം നോക്കിയിരുന്നുകൊണ്ട്. നമ്മൾ 15 അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പിന്നെ ലൈവിൽ ആവറേജിങ് കൂടെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. അപ്പോൾ 199 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിത് കണ്ടിന്യൂ ചെയ്യും. ആ കറക്റ്റ് ടൈമിൽ ഒരു ഫോണും വന്നു, അതിൻ്റെ പുറകെ പോയി. അപ്പോൾ 199 തൽക്കാലം പരിപാടി നിർത്താമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഇരുന്നേച്ചത്. അപ്പോൾ 199 ആ സമയത്ത് കറക്റ്റായിട്ട് ഫോണും വന്നു. ഞാൻ 199 കോസ്റ്റ് ടു കോസ്റ്റിൽ വൈൻഡപ്പ് ചെയ്തിട്ട് നിർത്താം, ട്രേഡിങ് നിർത്താം, പോകാം എന്ന് വിചാരിച്ചിരുന്നതാണ്. ആ കറക്റ്റ് സമയത്ത് ഫോൺ വന്ന കാരണം എന്തോ ഒന്നെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ബുക്ക് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ആ സമയത്ത് ഒരു കറക്റ്റ് എക്സിറ്റ് ആവാനുള്ള സമയത്താണ് ഫോൺ കോൾ വന്നത്. അപ്പോൾ അതിനർത്ഥം ഒന്നെങ്കിൽ മാസീവായിട്ടുള്ള പ്രോഫിറ്റ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ചെറിയ ലോസും കൊണ്ട് പോയാൽ മതി എന്നായിരിക്കും മാർക്കറ്റ് തീരുമാനിച്ചിരിക്കണം, അല്ലെങ്കിൽ മുകളിലുള്ള ആൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു 1000 റുപ്പീസ് ലോസ് വന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ എക്സിറ്റ് ചെയ്യും, കാരണം നോക്കിയിരിക്കാനായിട്ട് മേല. നേരെ മറിച്ച് ആ 1000 റുപ്പീസ് തിരിച്ച് പ്രോഫിറ്റ് ആക്കുന്നത് 175 ബ്രേക്ക് ചെയ്താൽ 183 ഒരു സഡൻ മൂവ്മെൻ്റ് ഉണ്ടാവും, വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു മൂവ്മെൻറ്റ്. ആ മൂവ്മെൻറ്റ് വന്നാൽ 8 പോയിൻ്റ് അവിടെ നമുക്ക് പിടിച്ചിട്ട് ഈ 1000 റുപ്പീസ് എവിടെ വരുന്നു അത് നമുക്ക് ലോസ് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്റ്റിൽ നമുക്ക് ഇത് ഹോൾഡിംഗ് ആണ്. അപ്പോൾ 1000 റുപ്പീസ് ആയിക്കഴിഞ്ഞാൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വരാൻ പോകുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ ഫസ്റ്റ് ടാർഗറ്റ് 203, സെക്കൻഡ് ടാർഗറ്റ് 217, തേർഡ് ടാർഗറ്റ് 225 ആൻഡ് ദ ഫൈനൽ ടാർഗറ്റ് വന്നിട്ട് 254 ആയിരിക്കും. അപ്പോൾ അത് സ്റ്റോപ്പ് ലോസ് ഏകദേശം ഒരു 188 10 പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 250 900 രൂപ അടുത്തേക്കേ വരത്തുള്ളൂ. അപ്പോൾ വീഡിയോ എന്തായാലും നമ്മുടെ ലൈവ് കൺക്ലൂഡ് ചെയ്യുന്നു. കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഉള്ളവർക്ക് നേരിട്ട് വിളിക്കാം. ഇത് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ആ വഴിയൊക്കെ കട്ടായി പോവും. അതർവൈസ് ഇത് കൊണ്ടുപോയിട്ട് 255 അല്ലെങ്കിൽ 218 ഉണ്ട്, 255 ഉണ്ട്, 254 ഉണ്ട്. ആ ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്ത് പോകുന്നു. അപ്പോൾ എനിവേ നമുക്ക് വൈകിട്ട് കാണാം.
ഇതുവരെ മാർക്കറ്റിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. 2 തവണ 700 ലെവലിലേക്ക് പ്രോഫിറ്റ് പോയതാണ്. പക്ഷെ നമ്മളൊരു 1000 രൂപ ലോസ് വന്നു കഴിഞ്ഞാൽ ക്വിറ്റ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കണേ. അതിനിടക്ക് 155 എന്നുള്ളൊരു മൂവ്മെൻറ്റ് 168 വരെ ഒരു 10 പോയിന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരു 1000 രൂപ ലോസ് വന്നാലും നമ്മളത് കാര്യമായിട്ട് ബാധിക്കുന്നതല്ല. കാരണം 1000 രൂപ പ്രോഫിറ്റ് ഓൾറെഡി ഇവിടെ ഒരു ലോവിലും ഒരു ഹൈയിലും നമ്മൾ ട്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1000 രൂപ ലോസ് വന്നാൽ വിടാം, ഇല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് വരെ നമ്മളത് ഹോൾഡ് ചെയ്യുന്നതാണ്. നമ്മൾ 199 എൻട്രി എടുത്തത്. 10 പോയിന്റിൻ്റെ ലെവലിലാണ് ഇപ്പോഴും മാർക്കറ്റ് നിൽക്കുന്നത്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, പക്ക കൺസോൾട്ടേഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ യെല്ലോ ലൈൻ മുട്ടിയതിന് ശേഷം മാത്രമായിരിക്കും മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് എന്തായാലും വരത്തുള്ളൂ. അപ്പോൾ എനിവേ നമ്മളിനി പ്രതീക്ഷിക്കുന്നത് 175 ബ്രേക്ക് ചെയ്താൽ 183 188 ഒരു പ്രോഫിറ്റ് മേക്ക് ചെയ്യുക എന്നുള്ള ലെവലിലാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴും മാർക്കറ്റ് നമ്മൾ എപ്പോൾ എടുത്ത എൻട്രി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 11 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. അപ്പോൾ എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ഒരു 1000 റുപ്പീസ് സ്റ്റോപ്പ് ലോസ് ഇത് ഹിറ്റ് ചെയ്യണം, ലോസ് വരില്ല. കാരണം ഇവിടെ 155 എന്നുള്ള ഒരു മൂവ്മെൻറ്റ് നമ്മൾ ഓൾറെഡി 2 മിനിറ്റിൽ ഈ ക്രോസ് ഓവറിൽ നിന്ന് ഈ ക്രോസ് ഓവർ വരെ നമ്മൾ ഓൾറെഡി പിടിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 168 വരെ 55 10 65 ട്രെയിൽ ചെയ്താണ് 10 പോയിന്റിൽ ലോക്കാക്കിയത്. അപ്പോൾ എനിവേ ഞാനൊന്ന് അലർട്ട് ചെയ്യാൻ വേണ്ടി വന്നെന്നുള്ളൂ. ഇനി 3:30 കാണാം എന്താണെങ്കിലും.